ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ മലയാളത്തിൽ ഏറ്റവും എക്സ്പെക്ടഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും എക്സ്പെക്ടഡ് ആയിട്ടുള്ള ബുക്ക് ബൈ ഷോയുടെ ഒക്കെ റെക്കോർഡ് എന്താ പറയണ്ട സൈറ്റ് വരെ ക്രാഷ് ആക്കിയിട്ടുള്ള ആ മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടി തന്നെ വന്നത്. അത് എമ്പുരാൻ L2 എന്ന് പറഞ്ഞ എമ്പുരാൻ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ആക്ട് ചെയ്തിരിക്കുന്ന എമ്പുരാന്റെ റിവ്യൂ പറയാം. രാവിലെ 11:30 മുംബൈയിൽ നമ്മുടെ ചെമ്പൂരുള്ള തിയേറ്ററിൽ പോയി ഞാൻ കണ്ടു. മൂവി കണ്ടു വന്ന ഉടനെ തന്നെ ഞാൻ റിവ്യൂ ചെയ്യുകയാണ്. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ ട്രീറ്റ്സ് തരുന്ന ഒരു മൂവി. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരു ഹോളിവുഡ് ലെവൽ സംവിധായകനായോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വിഷ്വൽ എഫക്ട്സും വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു മൂവി തന്നെയാണ് ഇത് കേട്ടോ. അതേപോലെ ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ പ്രശംസ അർഹിക്കുന്നു. അതേപോലെ സിനിമാറ്റോഗ്രാഫിയും DOPയും പിന്നെ നമ്മുടെ ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെ ഒരു രക്ഷയില്ലാത്ത തന്നെ. അതേപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരോ ആക്ടേഴ്സും, അതേപോലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു തള്ളിപ്പോകും. അമ്മാര് ഒരു ഹോളിവുഡ് ലെവൽ സാധനം നമ്മുടെ മലയാളം ഇൻഡസ്ട്രീസ് തന്നെ കിട്ടുകയോ, ഇത് മലയാളം ഇൻഡസ്ട്രി ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിലുള്ള വിഷ്വൽ ഇതും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതേപോലെ നല്ല ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള ഒരു മൂവി തന്നെയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മൂവി നമ്മൾ എപ്പോഴും കാണുമ്പോൾ ഒരു ചെറിയൊരു സ്ലോ ഫേസ് ഉണ്ടാവും. കാരണം നമുക്ക് ഒരു ക്രൈം ത്രില്ലർ മൂവി, ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള നോവൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു മിഡിൽ ഫേസ് ഒരു ചെറിയ സ്ലോനെസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ പൃഥ്വിരാജ് പറയുന്ന പോലെ ഈ മൂവി എന്ന് പറഞ്ഞാൽ ഒരു 3 പാർട്ട് മൂവിയുടെ ഒരു മിഡിൽ ഫേസ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫേസ് ഈ മൂവിക്കുണ്ട്. അപ്പം ആ ഒരു ചെറിയ സ്ലോനെസ് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ഒരു ഇതായിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ മൂവി വേറൊരു ലെവലിലോട്ട് എത്തും. അതേപോലെ എബ്രഹാം ഖുറേഷിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടുപോകും. അമ്മാരി ഒരു സീൻസ് ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ എനിക്ക് തോന്നുന്നു അപ്പാച്ചി സീരീസ് ഹെലികോപ്റ്റർ ഒക്കെ ആണെന്ന് തോന്നുന്നു. ആ ഹെലികോപ്റ്റർ ഒക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് എന്നാൽ ഒരു വിഷ്വൽ ട്രീറ്റ് തരാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പൃഥ്വിരാജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബോളിവുഡിലൊക്കെ എത്രത്തോളം ഹെലികോപ്റ്റേഴ്സിനൊക്കെ മിസ്യൂസ് ചെയ്യുന്നു, അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇതിൽ ആ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് രോമാഞ്ചം തരുന്ന രീതിയിൽ, അത്രയ്ക്കും ഗൂസ് ബംസ് തരുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ തന്നെയാണ്. പിന്നെ ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചിലയിടത്തൊരു ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിലും അതൊഴിച്ച് വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നില്ല. പക്ഷെ ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എബ്രഹാം ഖുറേഷിയുടെ ഇൻട്രൊഡക്ഷനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചം എഴുന്നേറ്റിരിക്കുന്നത്. എന്നാൽ നമ്മള് ഒരു പുലിമുരുകനിലൊക്കെ ലാലേട്ടനെ കണ്ട അതേ രീതി തോന്നിപ്പോ നമുക്ക്. അത്രയ്ക്ക് അടിപൊളി ഒരു മൂവി തന്നെയാണിത്. പിന്നെ ഇത് മൂവി കാണുമ്പോൾ നമുക്ക് തോന്നുന്നു സ്റ്റീഫനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഒന്നൊരു തെലുങ്ക് ഹോളിവുഡ് മൂവിയൊക്കെ കാണുന്ന പോലെ, എബ്രഹാം ഖുറേഷിയെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹോളിവുഡ് മൂവി കാണുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അതേപോലെ ലൊക്കേഷൻസ് ഒക്കെ ഹണ്ട് ചെയ്തിരിക്കുന്നതിന് അത്രയ്ക്ക് അദ്ദേഹം കഴിയുന്നത് VFX ഒക്കെ ഒഴിവാക്കി ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ VFX ഒക്കെ ചെയ്തുള്ള പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട്, അത് VFX ആണെന്ന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അതേപോലെ ആക്ടേഴ്സിന്റെ ആക്ടിങ്, മഞ്ജു വാര്യരൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ട്രാൻസ്ഫോർമേഷൻ. ലൂസിഫറിൽ കണ്ട മഞ്ജു വാര്യരെ അല്ല നമുക്ക് ഇത് കാണുന്നത്. അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മഞ്ജു വാര്യരാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പഴയ ഒരു ബോൾഡ് ആയിട്ടുള്ള മഞ്ജു വാര്യരുടെ ക്യാരക്ടർ നമുക്ക് കണ്ട പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അതേപോലെ നന്ദുവിന്റെയും ബൈജു ചേട്ടന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗും ഒക്കെ കുറച്ചേ ഉള്ളൂ ഡയലോഗെങ്കിലും അമ്മാര് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഫാസിൽ സാറിന്റെ ആക്ടിങ്ങും പിന്നെ നമ്മൾ ആ എമ്പുരാനിലെ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ സ്റ്റീഫന്റെ, ആ സമയത്ത് കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിന്റെ ഒക്കെ വിഷ്വൽ ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും അത്ര ഓരോരോ റോൾ എടുത്തു വെച്ചിരിക്കുന്നതും ആ ആക്ടേഴ്സിനെ എത്രത്തോളം ഊറ്റി ആക്ട് ചെയ്യിക്കാന്നുള്ള ഒരു സംവിധായകൻ എങ്ങനെ എടുക്കാന്നുള്ള അവരുടെ ആക്ടിങ് സ്കിൽ എത്രത്തോളം വെളിയിൽ എടുക്കാന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. മണിക്കുട്ടനും സുരാജും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിനകത്ത് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സും ഇപ്പോഴത്തെ പ്രസന്റ് ഇന്ത്യൻ പൊളിറ്റിക്സും കേരള പൊളിറ്റിക്സും ഒക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് തട്ടന്റെ അടുത്ത് തട്ടും, ചെറിയ തലോടലും കൊടുക്കേണ്ട തലോടലും ഒക്കെ കൊടുത്ത് തന്നെയാണ് പോയിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു എന്താ പറയണ്ട മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, രാഷ്ട്രീയത്തെ വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലമായിട്ട് തന്നെ പുള്ളി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ അരമണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ, ആ കാണിക്കുന്ന വിഷ്വൽ ട്രീറ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല. അത് കാണിക്കുന്ന വയലൻസുകളൊക്കെ അത്ര ഒരു ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലുള്ള വയലൻസുകളും ഒക്കെയാണ് നമുക്ക് ഫിലിമിൽ കാണുന്നത്. അതേപോലെ നമുക്ക് ഇതിനകത്ത് പറയുന്ന കഥ കൂടുതലും സയ്യിദ് മസൂദിന്റെയും പിന്നെ എബ്രഹാം ഖുറേഷിയുടെയും ഒക്കെ ആണെങ്കിലും ജതിൻ രാംദാസിന്റെയും പ്രിയദർശിനിയുടെ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ഇമോഷണലി കണക്ട് ആവുന്ന ഒരു മൂവി തന്നെയാണിത്.
പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സാധനം നേരെ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് അങ്ങ് പോകും. പിന്നെ ഈ സിനിമയിലെ ലാസ്റ്റ് വരുന്ന വില്ലൻ ഒരു രക്ഷയില്ലാത്ത ഒരു കൊടൂര വില്ലൻ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 നെക്സസ് ഗ്യാങ്ങുകളുടെ അതിൽ ആ വില്ലന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു വില്ലൻ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വില്ലൻ തന്നെ, കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ വില്ലനായിട്ട് മാറുന്നതും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാവുന്നത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒരു വില്ലന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ഒക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ ഏറ്റവും ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ക്യാമിയോ തന്നെയാണ്. അപ്പൊ ആ ക്യാമിയോ കണ്ടു കഴിഞ്ഞാൽ നടൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്ന് ഇത് കമന്റ് കമന്റ് ബോക്സിൽ. അത് ഇന്നിപ്പോ ചെയ്യണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു നല്ല അടിപൊളി ക്യാമിയോ ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി തിയേറ്ററിൽ കാണുക ഈ സിനിമ. ഇനി ഈ മൂവിക്കകത്ത് കുറെ നമ്മുടെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഈ പല ഗ്യാങ്ങുകളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങൾ ശരിക്കും ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇലുമിനാറ്റിയും സിക്കാഡയും ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നെക്സസ് ഗ്യാങ്ങുകളും പലതരത്തിലുള്ള ഡ്രഗ്സ് നെക്സസുകളും ഗോൾഡ് കാർട്ടൽ നെക്സസ്, ഗോൾഡ് ഡയമണ്ട് നെക്സസുകളും ഒക്കെ പറ്റി നല്ല രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ചെന്ന് നിൽക്കുന്നത് തന്നെ അടുത്തൊരു ഇന്റർനാഷണൽ സാധനത്തിന് വേണ്ടിയുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സാധനം പോയി തിയേറ്ററിൽ തന്നെ കാണുക, OTT-യോ ഇതൊന്നും കാണാതിരിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, തിയേറ്ററിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ പല വിഷ്വൽ ട്രീറ്റ്സും ഉണ്ട്. ആ സീനുകൾ നമ്മൾ ഫോണിൽ കോപ്പി ചെയ്തെടുത്ത് അതിന് ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ഫേസ്ബുക്കിലും വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് അതൊന്നും നിർത്തുക. കാരണം ഒരു ചെറിയ രീതിയിലൊരു പൈറസിയും പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിരിക്കുന്നവർക്ക് ഒരു സ്പോയിലർ എന്ന രീതിയിലൊക്കെ ആയി പോവുകയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ അതൊന്നും എടുക്കുന്നതൊക്കെ ഒന്ന് നിർത്തി കാണാൻ ആഗ്രഹിക്കുന്നവർ പോയി കാണട്ടെ. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യുക, അത്രത്തോളം ഹെൽപ്പ് ചെയ്യുക ആൾക്കാരെ. അപ്പൊ നിങ്ങൾ ഈ റിക്വസ്റ്റ് മാനിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ എന്തായാലും ഐമാക്സിൽ കാണാൻ പറ്റണം, അത്രയും നന്നായിട്ട് പോയി ഐമാക്സിൽ തന്നെ കാണാം. അത്രയ്ക്കൊരു വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ റിക്വസ്റ്റ് മാനിക്കുമെന്ന് വെച്ച് ഞാൻ എന്റെ റിവ്യൂ ഇവിടെ നിർത്തുന്നു. हाय फ्रेंड्स, आज मैं आया हुआ मलयालम में अभी रिलीज हुआ मोस्ट एक्सपेक्टेड मूवी एम्बुरान का रिव्यू बताने के लिए। आप लोग जरूर जाकर थिएटर में देखने वाला मस्ट वॉच मूवी है। हम लोग इंडिया में भूल गया एक इंसिडेंट को, इसका टाइटल कार्ड में कैसे दिखा रहा है ग्राफिकल में, एक विजुअल ट्रीट है। और इसका पहले का आधा मिनट उसमें हम लोग सोचेंगे ये राजमौली का मूवी है करके, वैसे मूवी बनाकर रखा है। इसमें जो एक्टर्स एक्ट किया, मोहनलाल, अभिमन्यु सिंह और जो एक छोटा बच्चा तक वो इतना बढ़िया से एक्टिंग किया है, उसको पूरा एक्सप्लोर किया है वो पृथ्वीराज करके एक डायरेक्टर, जो हर एक एक्टर को इतना अच्छा से एक्सप्लोर किया। और इसमें जो लीड एक्ट्रेस है मंजू वारियर का भी एक ट्रांसफॉर्मेशन सीन्स वगैरह है, वो इतना बढ़िया से करके रखा है। हम लोग सोचेगा ऐसा बोल्ड लेडी, बोल्ड वुमन कैरेक्टर इंडियन पॉलिटिक्स में है करके, वैसे कुछ सोचने का ये मिलेगा। इंडिया इससे जो हम लोग जितना विजुअल ट्रीट्स मिल रहा है, जो बॉलीवुड वगैरह में जो उसको इक्विपमेंट्स मिल रहा है, हेलीकॉप्टर को वगैरह से कैसे खतरनाक उसका नाम खत्म करने का जैसे यूज करता है, लेकिन इसमें जो हेलीकॉप्टर का सीन और प्लेन और उसको जितना इक्विपमेंट्स मिला है उसका यूटिलाइजेशन देख लिया तो आप लोग बोलेगा पृथ्वीराज जरूर सलमान खान को और शाहरुख खान को रखकर बॉलीवुड में ऐसा पृथ्वीराज डायरेक्ट करके मूवीज चाहिए करके, वैसे इतना अच्छा सा मूवी बनाकर रख ला। आप लोग जरूर जाकर इसको थिएटर में देख लेना, कम से कम आईमैक्स में जाकर एक्सपीरियंस कर देना, उतना अच्छा सा मूवी है। मुझे आईमैक्स में जाने का टाइम नहीं मिल रहा है, इसके लिए मैं इधर में जाकर 2D में देख लिया। आप लोग जरूर जाकर आईमैक्स में इसको एक्सपीरियंस कर देना। इतना बढ़िया से एक इंडियन मूवी इतना छोटा इंडस्ट्री से एक हॉलीवुड लेवल का मूवी बना कर रखा है, उसका विजुअल ट्रिक्स वगैरह वैसे और स्टोरी भी वैसे है। आप लोग को इंडियन पॉलिटिक्स और केरला स्टेट पॉलिटिक्स के बारे में पूरा इसमें बता रहा है। आप लोग जरूर जाकर इसको देख लेना, कोई भी इसको छोड़ना मत, जरूर जाकर देख लेना ये मूवी को। आप लोगों को इतना अच्छा सा एक्सपीरियंस देने वाला मूवी है। आप जाकर थिएटर में देखेगा करके सोचकर मैं ये वीडियो को मेरे इधर खत्म कर रहा है।